ദെൻ വയലാർ ഗർജിക്കുന്നു ആരുടെ കവിതയാണ്? ആൻസർ ഏതാണ്? പി ഭാസ്കരനാണ്. വൃത്തമഞ്ജരി രചിച്ചത് ആര്? വൃത്തമഞ്ജരി AR രാജരാജവർമ്മ. കേരളപ്പാണിനി എന്ന പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ ആര്? കേരളപ്പാണിനി AR രാജരാജവർമ്മയാണ്. കുടിയൊഴിക്കൽ എന്ന കൃതി രചിച്ചത് ആര്? വൈലോപ്പിള്ളിയാണ് കേട്ടോ. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? മാലി എന്ന തൂലികാ നാമത്തിൽ. വി മാധവൻ നായർ. കോവിലൻ എന്ന തൂലികാ നാമത്തിൽ. VV അയ്യപ്പൻ അല്ലെ? VV അയ്യപ്പനാണ്. അയ്യോ, അടുത്തത് വീണ്ടും വന്നു. നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വാക്കുകളാണ്? ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ആയിപ്പോയി എന്ന്. ഘടമനിട്ടയാണ്. എന്താണ്? ഘടമനിട്ടയാണ്. വലപ്പാശ പോലെ ഒട്ടിപ്പിടിച്ചു. പിന്നെ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആർക്കാണ്? ശൂരനാട് കുഞ്ഞമ്പിള്ള. എന്താണ്? ശൂരനാട് കുഞ്ഞമ്പിള്ള. കാക്കനാടൻ എന്ന തൂലികാനാമത്തിന്റെ ഉടമ? കാക്കനാടൻ എന്ന തൂലികാനാമത്തിന്റെ ഉടമ ജോർജ് വർഗീസ് ആണ്. കൃഷ്ണഗാഥയുടെ കർത്താവ്? ചെറുശ്ശേരി അല്ലെ? കേരളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നത്? കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നത്? ചെറുശ്ശേരിയാണോ? കുമാരനാശാനാണോ? വള്ളത്തോളാണോ? പറഞ്ഞേ. അതോ കുഞ്ചൻ നമ്പ്യാറാണോ? ഒന്ന് ആലോചിച്ചേ. കുഞ്ചൻ നമ്പ്യാറാണ് കേട്ടോ. കേരള ജനകീയ കവി കുഞ്ചൻ നമ്പ്യാറാണ്. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ആൻസർ പറയാൻ നോക്കിയത്. ഉമാ കേരളം രചിച്ചത്? ജനകീയ കവി കുഞ്ചൻ നമ്പ്യാറാണ്. ഉമാ കേരളം ഉള്ളൂരാണ് കേട്ടോ.
മാമ്പഴം എന്ന കാവ്യം രചിച്ചത് ആര്? മാമ്പഴം. വൈലോപ്പിള്ളിയാണ്. ആരാണ്? വൈലോപ്പിള്ളിയാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേര് നൽകിയത് ആര്? ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേര് നൽകിയത് ആര്? ഓപ്ഷൻ എ കാടൽ. ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിത? ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത്? വൈലോപ്പിള്ളിയാണ് കേട്ടോ മക്കളെ, വൈലോപ്പിള്ളിയാണ്. ദെൻ ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? കേകയാണ്. എന്താണ്? കേക. എന്താണ്? കേക. ഇതൊന്നും സംശയം വരും നോക്കാട്ടോ. ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത്? കേകയാണോ കാകളി നോക്കട്ടെ. ഒരു മിനിറ്റ്. കാകളി കേകയല്ലേ? ഒരു മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്യട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്യാം. ദെൻ മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദതാരാവലിയുടെ കർത്താവ്? ഞാൻ ചെക്ക് ചെയ്തിപ്പോ പറയാം. കാകളിയാണ് എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഇപ്പൊ പറയാം കേട്ടോ. ഏതാണ് മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദതാരാവലിയുടെ കർത്താവ്? ഏതാ ആൻസർ വരാ? ശ്രീകണ്ഠേശ്വരജി പത്മനാഭപിള്ളയല്ലേ? 67. ഓപ്ഷൻ എ ആണ് മക്കളെ വരിക. ഭാഷ നിഘണ്ടുവായ ശബ്ദതാരാവലിയുടെ കർത്താവ്. ശബ്ദതാരാവലിയുടെ കർത്താവ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ശ്രീകണ്ഠേശ്വരജി പത്മനാഭ പിള്ള തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഗുണ്ടത്തല്ല. ഓക്കെ. ദെൻ ആരുടെ ആത്മകഥയെ തുടർന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ എന്ന കാവ്യം രചിച്ചത്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ഹെർമൻ ഗുണ്ടത്ത് വന്ന് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണ് കേട്ടോ. ഹെർമൻ ഗുണ്ടത്ത് മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഏതു രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്?
ഓപ്ഷൻ ഡി ഉദയവർമ്മൻ കോലത്തിരി. ഓപ്ഷൻ ഡി ഉദയവർമ്മൻ കോലത്തിരിയാണ് കേട്ടോ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷ. ഏതാണ് എഴുതാൻ ആൻസർ വരിക? കൊങ്കിണി ഭാഷയാണ്. തോന്നക്കൽ ആശാൻ സ്മാരകം പ്രസിദ്ധീകരണം ഏത്? ഏതാ വരിക? ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? വിവേകോദയമാണ് ആൻസർ. ഇരയമ്മൻ നമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന പാരാട്ട് ആർക്കു വേണ്ടി രചിച്ചതാണ്? സ്വാതി തിരുനാൾ. എന്താണ്? ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി ഉണ്ട് കേട്ടോ, സോറി ഞാൻ കണ്ടില്ല. സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. ദെൻ കൃഷ്ണഗാഥയുടെ വൃത്തം ഏത്? കൃഷ്ണഗാഥയുടെ വൃത്തമാണ് എന്ത്? മഞ്ജരി. മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷ. മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷ. തമിഴാണ് കേട്ടോ, തമിഴാണ്. ചിത്രയോഗം രചിച്ചതാര്? ചിത്രയോഗം രചിച്ചതാര്? വള്ളത്തോളാണ് മക്കൾ. എന്താണ്? വള്ളത്തോളാണ്. സാഹിത്യം രചിച്ചതാര്? സാഹിത്യം രചിച്ചതാര്? AR രാജരാജവർമ്മ കേട്ടോ. നളചരിതം ആട്ടക്കയുടെ രചയിതാവ്? ഉണ്ണായി വാര്യർ. താഴെ പറയുന്നതിൽ നിരണം കവികളിൽ ഉൾപ്പെടാത്തത് ആര്? മാധവ പണിക്കർ, രാമപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, കൃഷ്ണപ്പണിക്കർ. ആരാണ്? കൃഷ്ണപ്പണിക്കരാണ് കേട്ടോ, കൃഷ്ണപ്പണിക്കരാണ്. വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത്? ഗുണ്ടത്താണ് കേട്ടോ. എന്താണ്? ഗുണ്ടത്താണ്. മക്കളെ എഴുത്തച്ഛൻ കിളിപ്പാട്ട് കാകളിയാണ് കേട്ടോ. കാകളിയാണ്, കേകയല്ല, കാകളിയാണ് കേട്ടോ. അത് തീരെ പഠിക്കുക, ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. കാകളിയാണ്, ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ദെൻ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ ഏതാണ്? തമിഴാണ് കേട്ടോ, തമിഴാണ്. മയൂര സന്ദേശം രചിച്ചതാര്? AR രാജരാജവർമ്മ, ഇരയമ്മൻ നമ്പി, പൂന്താനം, കേരളവർമ്മ, വലിയ കോഴി തമ്പുരാൻ. കേരളവർമ്മ, വലിയ കോഴി തമ്പുരാൻ. എവിടെയാണ് കുമാരനാശാൻ ജനിച്ചത്? കായ്ക്കറിയാണ്. ആശാൻ സ്മാരകമാണ് തോന്നക്കൽ കേട്ടോ. ദെൻ അയ്യോ,
കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചതാര്? ഇരയമ്മൻ തമ്പിയാണ്. അല്ല, ഇരയമ്മൻ തമ്പിയാണ് കേട്ടോ. കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ചത് ഇരയമ്മൻ തമ്പിയാണ്. പൂന്താനമല്ല, പൂന്താനമല്ല. പൂന്താനമല്ല, ഇരയമ്മൻ തമ്പിയാണ്. ഓക്കെ. ദെൻ ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് ആര്? കായിക്കര ആണ് ആൻസർ. ആശാൻ സ്മാരകമാണ് തോന്നയ്ക്കൽ എന്നാ പറഞ്ഞത്. ആൻസറിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറയിട്ടത് AR രാജരാജവർമ്മയാണ്. കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഞ്ചൻ നമ്പ്യാർ. അല്ലെ, കുഞ്ചൻ നമ്പ്യാർ ആണ്. മാനവിക്രമ സാമൂതിരിയുടെ സദസ്സിലെ 18 കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പൂനം നമ്പൂതിരി. മലയാളത്തിലെ ആദ്യത്തെ ചമ്പു കൃതി ഏത്? ഏതാണ്? ഉണ്ണിയച്ചി ചരിതമാണ്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ ഡി പൂന്താനം. പ്രശസ്ത കവയത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ്? ഇരയമ്മൻ തമ്പിയുടെ കേട്ടോ, ഇരയമ്മൻ തമ്പിയുടെ മകളാണ്. ദെൻ കുമാരനാശാൻ അന്തരിച്ച വർഷം? ആയിരത്തി 1924. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത്? N കൃഷ്ണപിള്ള. ഓർക്കുക വല്ലപ്പോഴും രചിച്ചതാര്? പി ഭാസ്കരൻ. അല്ലെ, പി ഭാസ്കരനാണ്. ആരുടെ തൂലികാ നാമമാണ് ഒളപ്പമണ്ണ? സുബ്രഹ്മണ്യൻ നമ്പൂതിരി. കേരള ഗാനം രചിച്ചത് ആര്? ബോധേശ്വരൻ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിക്കപ്പെട്ടത് ആര്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, പൂന്താനം. കുഞ്ചൻ നമ്പ്യാർ. കിളിപ്പാട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കവി? കിളിപ്പാട്ട്. എഴുത്തച്ഛനാണ്. മൃഗയ, ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ് എന്നിവ രചിച്ചത്? ONV കുറുപ്പാണ്. താമരത്തോണി രചിച്ചത് ആര്? താമരത്തോണി.
പി കുഞ്ഞിരാമനാണ് കേട്ടോ. പി കുഞ്ഞിരാമനാണ്. പി കുഞ്ഞിരാമൻ നായരാണ്. ഓപ്ഷൻ കാണാൻ പി കുഞ്ഞിരാമൻ നായരാണ്. നാറാണത്തു ഭ്രാന്തൻ ഗംഗ എന്ന കവികൾ രചിച്ചത്. നാറാണത്തു ഭ്രാന്തൻ ഗംഗ എന്ന കവിതകൾ രചിച്ചത്. മധുസൂദനൻ നായർ. ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതം, സന്താന ഗോപാലം ഇവ രചിച്ചതാര്? പൂന്താനമാണ് മക്കളെ, പൂന്താനമാണ്.